കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകനും ഒക്കെയാണ് ജയിലിൽ പോകേണ്ടതെന്ന് തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു 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 ബോധ്യം. അത് തന്നെയല്ല, SFIയുടെ അന്വേഷണത്തിൽ എല്ലാം പൂർത്തീകരിക്കപ്പെട്ട് വന്നു കഴിഞ്ഞു. ആ നിലയ്ക്ക് എന്ത് കാണിച്ചാലും പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും, എൻ്റെ മകൾ അറസ്റ്റ് ചെയ്യപ്പെടും. എത്ര കേസ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ചെയ്യുന്നില്ലെങ്കിൽ അത് കൊണ്ടുപോകും. അത് നമുക്ക് നേരിട്ട് കാണാൻ അതിൻ്റെ ഒരു വിശ്വാസം. ഇപ്പൊ കേജ്രിവാള് ജയിലിൽ പോയിരിക്കുകയാണ്. EDക്ക് 7 ദിവസത്തെ കസ്റ്റഡിയിൽ കൊടുത്തിട്ടുണ്ട് കോടതി. ഇനി അടുത്തത് ആരായിരിക്കും? അടുത്തതാരെന്ന് ചോദിച്ചാൽ നിയമം അനുസരിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന എൻക്വയറി അനുസരിച്ചാണെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകനും ഒക്കെയാണ് ജയിലിൽ പോകേണ്ടതെന്ന് തന്നെ എൻ്റെ ഒരു കാഴ്ചപ്പാട്, എൻ്റെ ഒരു 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 ബോധ്യം. കാരണം ഈ ഇപ്പൊ പറയുന്നത് മുഖ്യമന്ത്രിയെ BJP രക്ഷിക്കുന്നതൊക്കെ ആണെങ്കിലും എൻ്റെ ഒരു അനുഭവം അനുസരിച്ച് നോക്കുമ്പോൾ മോഷണത്തിന് ഒരിക്കലും കൂട്ടുന്ന സംസ്കാരം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോദിക്കില്ല. ആ നിലയ്ക്ക് അവിടെ നിന്നുള്ള സഹായം കൊണ്ട് പിണറായി രക്ഷപ്പെടാൻ സാധ്യത ഞാൻ കാണുന്നില്ല. അത് തന്നെയല്ല, SFIയുടെ അന്വേഷണത്തിൽ എല്ലാം പൂർത്തീകരിക്കപ്പെട്ട് വന്നു കഴിഞ്ഞു. ആ നിലയ്ക്ക് എന്ത് കാണിച്ചാലും പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യപ്പെടും, എൻ്റെ മകൾ അറസ്റ്റ് ചെയ്യപ്പെടും. എത്ര കേസ് ലവലിംഗ് കേസ് വരും, എല്ലാം കൂടെ ഒരുമിച്ച് വന്ന് വിടാൻ പോകും. ഇപ്പം ലവലിംഗ് കേസ് മാത്രമല്ല, നമ്മുടെ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് വരുന്നുണ്ട്. അത് 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 സാമ്പത്തിക തട്ടിപ്പാണല്ലോ. ഇതെല്ലാം കൂടെ വരുന്നു. പിന്നെ സ്വർണ്ണക്കള്ളക്കടത്ത് വരുന്നുണ്ട്, അതോടൊപ്പം ഡോളർ കൊണ്ടുപോയ കേസ് വരുന്നുണ്ട്. ഇതെല്ലാം കൂടെ വന്ന് കഴിയുമ്പോൾ എവിടെ പോയി നിൽക്കും? പിന്നെ ഈ മകളുടെ CMRലുമായിട്ടുള്ള കച്ചവടം വളരെ ക്ലിയർ കേസല്ലേ, അതെങ്ങനെ അറസ്റ്റ് ചെയ്യിക്കാൻ പറ്റും? അപ്പം അടുത്ത സ്ഥാനാർത്ഥി എന്ന് പറയുന്ന പോലെ അടുത്ത മാന്യൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആവുമെന്നാണ് എന്റെ വിശ്വാസം. ഡൽഹിയിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തതുപോലെ EDക്ക് കേരളത്തിലെ മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റൂ? ഈട് വേണ്ടല്ലോ, ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ നോക്കിയാൽ പിണറായി അറസ്റ്റ് ചെയ്യാമല്ലോ. ആരെ കാര്യം? ഡൽഹിയിലെ കുറെ വിവരദോഷികളെല്ലാം കൂടെ വെള്ളം വെച്ചെങ്കിൽ സുപ്രീം കോടതി പറയുന്നത് തീർന്നില്ലേ? 7 പ്രാവശ്യം നോട്ടീസ് കൊടുത്തിട്ട് 1000 അറസ്റ്റ് ചെയ്യേണ്ടതിന് എന്തെങ്കിലും നടത്തുന്നു. സുപ്രീം കോടതി മര്യാദ പൊക്കാൻ പറഞ്ഞില്ലേ? ഹൈക്കോടതി പോയിട്ട് കിട്ടി. കോടതി പോയാലേ ഞാൻ പറയുന്നത് മോഷ്ടിച്ച് പിടിച്ചു പറയും വെച്ചിട്ട് കോടതി കൊണ്ടുവന്നിട്ട് വന്ന കാര്യം പിണറായി വിജയൻ വരാൻ പോകുന്നത് തന്നെയാണ്. ഏതായാലും നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിണറായി വിജയൻ ചെയ്യുന്നില്ലെങ്കിൽ അത് കൊണ്ടുപോകും. അത് നമുക്ക് നേരിട്ട് കാണാൻ അതിന്റെ വിശ്വാസം. ഈ കേജ്രിവാളിന് 6 പ്രാവശ്യം നോട്ടീസ് അയച്ചിട്ട് ചെന്നില്ല, ED അറസ്റ്റ് ചെയ്തു. അതേപോലെ കേരളത്തിലും ഒരു മുൻ മന്ത്രി തോമസ് ഐസക്കിനും 7-8 പ്രാവശ്യം ED നോട്ടീസ് അയച്ചത്, എന്തും ചെന്നിട്ടില്ല. അതെ, അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഈ തോമസ് ഐസക്കിന്റെ കേസില് അറസ്റ്റിന് പ്രസക്തിയില്ല. കാരണം ജയിലിൽ ഇട്ടിച്ചിരുന്ന പ്രശ്നമില്ല. അതിന് നിയമനുസരിച്ച് ഫൈൻ, സാമ്പത്തികമായിട്ട് ഫൈനാണ് 20 രൂപ ശിക്ഷയെന്ന് തോന്നുന്നു. അപ്പം അത് ആയില്ലെങ്കിൽ അത് പിടിച്ചു നിൽക്കാം. ജയിലില്ല, ജയിലിൽ പോകേണ്ട കേസില്ല. അതുകൊണ്ട് അയാളെ പിടിച്ചു നിൽക്കുന്ന ആളാണ്. അത് അയാൾക്കറിയാം ഐസക്ക് അതുകൊണ്ടാണ് ഈ തമാശ നിൽക്കുന്നത്. എന്തായാലും അയാൾക്ക് ഉത്തരം പറയേണ്ടി വരും, ഒരു സംശയം വേണ്ട. ഈ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കേരളത്തിലെ UDF വരെ EDക്കെതിരെ സമരം ചെയ്തു. എന്റെ മറ്റൊരു ചോദ്യം ഇതാണ്, ഈ കേരളത്തിലെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമ്പോഴും ഈ UDF ഇതേപോലെ EDക്കെതിരെ സമരം ചെയ്യൂ? വല്ല കാര്യമുണ്ട് പിണറായി വിജയൻ? ഇവിടെ LDF UDF ഒന്നല്ലേ? ഇവിടെ ഉണ്ട് 2 സംസ്ഥാനങ്ങളാണ്, നമ്മുടെ ബംഗാളും കേരളവും. ഈ രണ്ടിടത്തും ബന്ധിക്കുന്ന ഇവിടുത്തെ മുഖ്യ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് കൂട്ടുനിന്ന് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുന്നു. അവരുടെ പിന്തുണയോട് ഈ രാജ്യം ഭരിക്കാമെന്നാണ് പിണറായി കണക്കാക്കിയിരിക്കുന്നത്. അത് തന്നെയാണ് അവിടെ നമ്മുടെ നമ്മുടെ ബംഗാളിലും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം കൊണ്ട് ജനം ബോധ്യപ്പെടുത്തുമ്പോൾ ശിക്ഷ കിട്ടിക്കോളും, പേടിക്കണ്ട. നന്ദി സാർ.